പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന, ലൈവ് കാണുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും അനുഗ്രഹമായി ക്ഷേമമായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി നല്ലത് ചെയ്യും. പ്രൈസ് ഗോഡ്. കർത്താവ് നമുക്ക് വേണ്ടി നല്ലത് ചെയ്യും. കർത്താവ് നമുക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. ദുഃഖത്തോടെ, ഭാരത്തോടെ, വിഷമത്തോടെയൊക്കെ എൻ്റെ വീഡിയോ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട് കർത്താവ് നല്ലത് ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യും. പ്രൈസ് ഗോഡ്. അത്ഭുതങ്ങളുടെ ദൈവമാണ്, അതിശയങ്ങളുടെ ദൈവമാണ്, വീരപ്രവൃത്തിയുടെ ദൈവമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ലളിതമായി അതിൻ്റെ അകത്ത് ആഴമേറിയ ബന്ധം കൂടുന്നൊരു പദമാണ് കർത്താവ്. സ്നേഹമാണ്, സ്നേഹമാണ്. അവൻ നിങ്ങളെ കരുതും, അവൻ നിങ്ങളെ സംരക്ഷിക്കും. അവനിലൂടെ ദൈവിക പ്രവൃത്തിയെ നിങ്ങൾ കാണും, ദർശിക്കും. ദൈവം നല്ലത് ചെയ്യും. നല്ല നന്മകൾ പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലവാരത്തിലൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യട്ടെ, ആരംഭിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം. പ്രൈസ് ഗോഡ്. ദൈവ സാന്നിധ്യം, ദൈവ തേജസ്, ദൈവമഹത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊരു വേർഡ് കൊണ്ട്, ഒരു എഴുത്ത് കൊണ്ടോ, ഒരു ശബ്ദം കൊണ്ടോ അതിനെ നമ്മൾ ഒതുക്കുന്നതിനെക്കാട്ടിലും വലിയ തോതിലുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലവാരത്തിലുള്ള ഒന്നാണ് ദൈവ തേജസ്, ദൈവമഹത്വം, ദൈവപ്രവൃത്തി എന്നൊക്കെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. എബ്രായ പദം, ദൈവ സാന്നിധ്യം എന്ന പദത്തിലേക്ക് എബ്രായ പദം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പാനീം എന്നാണ്. പാനീം എന്ന വേർഡിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുഖമെന്നാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മുഖം. പ്രൈസ് ഗോഡ്. വചനം ചിന്തിച്ച് വരുമ്പോൾ ഞാൻ അതിലേക്കൊക്കെ ഒന്ന് കിടക്കും. ഇൻട്രഡക്ഷനായിട്ടൊന്ന് ഞാൻ പറയുന്നുള്ളൂ. ദൈവത്തിൻ്റെ മുഖം എന്നാണ് പാനീം എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ മുഖം കണ്ടു പോകുക. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മുഖം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുക. ഒരു ഭാഗത്ത് മറ്റു ചിലരിലൊക്കെ പറയുന്നുണ്ട്, ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടാൽ നമ്മൾ കത്തിപ്പോകും, ദൈവം നമുക്ക് പ്രത്യക്ഷമായി കഴിഞ്ഞാൽ നമ്മൾ നിശ്ചലമായി പോകും, കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ മുഖം കാണാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ മുഖം കാണുന്നത്, ആ മുഖം കണ്ടുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തുള്ള ഒരു എൻകൗണ്ടർ പരിശുദ്ധാത്മാവ് തുറക്കും. പ്രൈസ് ഗോഡ്. അതിലേക്കൊക്കെ ഞാൻ സാവധാനം ഒന്ന് വചനത്തിൽ കൂടി തന്നെ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമഹത്വം, ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ മുഖം കാണുക, ദൈവത്തെ നേരിട്ട് ദർശിക്കുക, ഇതൊക്കെ നമ്മളുടെ ചിന്തയ്ക്കകത്ത് ദൈവത്തെ, അയ്യോ ദൈവം വെളിപ്പെട്ടാൽ, ദൈവമുഖത്ത് ഇറങ്ങി നിന്നാൽ എനിക്ക് താങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ കത്തിപ്പോവോ, ഞാൻ ഇല്ലാതായി പോവോ എന്നൊന്നും വിചാരിക്കേണ്ട. അവൻ നമ്മുടെ ദൈവമാണ്, അവൻ നമ്മുടെ അപ്പനാണ്, അവൻ നമ്മുടെ ഉള്ളംകൈ വഹിക്കുന്ന കർത്താവാണ്. പ്രൈസ് ഗോഡ്. ദൈവമഹത്വം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഏദൻ തോട്ടത്തിലാണ് ദൈവം ഒരു കൂട്ടർ മനുഷ്യ ഗണത്തിൽ നിന്നും ദൈവത്തിന് ഇഷ്ടപ്പെട്ട
ആദമയും ഹൗവയും ദൈവത്താൽ തിരഞ്ഞെടുത്തിട്ട്, പ്രൈസ് ഗോഡ്, ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് കർത്താവ് പാർപ്പിച്ചു, യഹോവ പാർപ്പിച്ചു. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് അവർക്ക് ഭക്ഷിപ്പാനുള്ളത് മാത്രമല്ല, ദൈവത്തിൻ്റെ തേജസ് അവർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ മുഖം കാണുവാനുള്ള, ഹല്ലേലൂയ, ദൈവത്തെ ദർശിക്കാനുള്ള ഒരു വിശേഷിക്കപ്പെട്ട റൂട്ട് കർത്താവ് ഏദനിൽ കൊടുത്തു. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് അവർ ഉല്ലസിച്ച് നടക്കുമ്പോഴും, ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് അവർ നന്നായി ഭക്ഷണം കഴിച്ച് ജീവിക്കുമ്പോഴും, ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ദൈവത്തെ ദർശിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ മുഖാമുഖം കാണുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതെല്ലാം കർത്താവ് നമുക്ക് തരും, അല്ലെങ്കിൽ തന്നിരിക്കാം. പക്ഷെ ഏറ്റവും വിശേഷിക്കപ്പെട്ട എന്നാന്ന് ചോദിച്ചാൽ, ഏറ്റവും മുഖപരമായി എടുത്തു പറയുന്ന കാര്യത്തിൽ എന്താന്ന് ചോദിച്ചാൽ, കർത്താവായ ദൈവത്തെ ദർശിക്കുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവമുഖത്തേക്ക് നോക്കുക. പ്രൈസ് ഗോഡ്. ദാവീദ് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പ്രൈസ് ഗോഡ്. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? കർത്താവിൻ്റെ സഹായമോ? ഹല്ലേലൂയ. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച കർത്താവിങ്കിൽ നിന്നാണ് സഹായം വരുന്നത്. ഭൂമിയിലിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ കൊതിച്ചവരുടെ നടുവിൽ, ഭൂമിയിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തെ ആഗ്രഹിച്ചവർ, അല്ലെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിച്ചവർ എല്ലാവരുടെയും നടുവിൽ ദൈവത്തിൻ്റെ തിരുമുഖം പ്രകാശമായി വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ തിരുമുഖം അവരുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവ സാന്നിധ്യത്തിൽ, ദൈവ തേജസ്സിൽ, ദൈവിക മഹത്വത്തിലാണ്, പ്രൈസ് ഗോഡ്, ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി വെച്ചത്. സ്തോത്രം. കർത്താവ് അവിടെ നിന്ന്, ഏദൻ തോട്ടത്തിൽ നിന്ന് തേജസ്സും മഹത്വവും മഹിമയും ഒക്കെ അവരുടെ മേൽ ഭരമേൽപ്പിച്ചിട്ട് കർത്താവ് തോട്ടം വിട്ടു പോകുന്ന പതിവായിരുന്നു. പ്രൈസ് ഗോഡ്. തോട്ടം വിട്ടു പോകുന്ന പതിവായിരുന്നു. പക്ഷേ തോട്ടത്തിലേക്ക് യഹോവ മടങ്ങി വരുമ്പോൾ, യഹോവയുടെ മുഖം ദർശിക്കുവാൻ, മനുഷ്യനും ദൈവവും കമ്മ്യൂണിക്കേഷൻ നടക്കുവാൻ, മനുഷ്യനും ദൈവവും അമിതമായ റിലേഷൻഷിപ്പ്, ബന്ധം പുലർത്തുവാൻ ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവം ക്രമീകരിച്ച് വെച്ചതൊന്നായിരുന്നു ദൈവ തേജസ്, ദൈവമഹത്വം, അല്ലെങ്കിൽ പാനീയം, ദൈവത്തിൻ്റെ മുഖം കാണുക. പ്രൈസ് ഗോഡ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുഖം കാണാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവിക തേജസ്സും അവിടുത്തെ തിരുമുഖവും ദർശിക്കുവാൻ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആഗ്രഹിച്ചാൽ അവരുടെ നടുവിൽ വെളിപ്പെട്ടു വരാമെന്ന് വാക്ക് പറഞ്ഞ ഒരു കർത്താവാണ്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ്. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? മനുഷ്യൻ എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഹല്ലേലൂയ, എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊതിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ദൈവം അവരുടെ നടുവിൽ പ്രത്യക്ഷമായിട്ടുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞത്, 2 or 3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാനുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, 2 or 3 പേർ കർത്താവിൻ്റെ നാമത്തിൽ ആരാധിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ മുഖം കാണാതെ എഴുന്നേറ്റ് പോകുന്നത് എത്രയും നഷ്ടകരമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടാകുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ട്, കർത്താവ് അവൻ വാക്ക് പറഞ്ഞിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ, നമ്മുടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിൻ്റെ കീഴിൽ കർത്താവിൻ്റെ മുഖം കാണാതെ നമ്മൾ അവിടം വിട്ട് എഴുന്നേറ്റ് പോകുന്നത് നമുക്കൊരു തീരെ നഷ്ടമാണ്.
ആമേൻ. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മുഖം കാണാൻ, ദൈവത്തെ ദർശിക്കാൻ, ദൈവത്തോടൊപ്പം നടക്കാൻ, ദൈവവുമായി റിലേഷൻഷിപ്പ് അമിതമായി ക്രമീകരിക്കാൻ ഏദൻ തോട്ടത്തിൽ ദൈവം വെച്ച വ്യവസ്ഥയായിരുന്നു തേജസ്, ദൈവിക മഹത്വം, ദൈവത്തിൻ്റെ മുഖം കാണുക. പ്രൈസ് ഗോഡ്. മുഖം കാണണം. മുഖം കണ്ടും തന്നെ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഞാനൊരു ക്രിസ്ത്യാനിയായി മാറിയല്ലോ, ഞാനൊരു ദൈവദാസനായി മാറിയല്ലോ, അല്ലെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടല്ലോ എന്നോർത്തല്ല കർത്താവിനെ സ്തുതിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തെ മുഖം കാണുവാൻ, ദൈവത്തെ അനുഭവിക്കുവാൻ നാം കർത്താവിനെ സ്തുതിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിനെ പ്രസംഗിക്കുന്നതിലോ കർത്താവിങ്കിലേക്ക് ആമേൻ പാരമ്പര്യമായി വന്നതിലോ അല്ല കാര്യം. നിരന്തരം ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവം മനുഷ്യനെ മുഖാമുഖം കാണുവാൻ, മനുഷ്യനെ മുഖാമുഖം ദർശിക്കുവാൻ ദൈവം വെച്ച വ്യവസ്ഥയായിരുന്നു ആമേൻ ദൈവ തേജസ്, ദൈവിക മഹത്വം. ദൈവിക മഹത്വത്തെ അവർ തുച്ഛീകരിച്ചു കണ്ടു എന്ന് പറഞ്ഞാൽ, ദൈവിക മഹത്വത്തെ അവർ ബല കൽപ്പിക്കാതെ കണ്ടതുകൊണ്ട് ദൈവം വെളിപ്പെട്ടു വരുന്ന സമയത്ത് അവർ ഒളിവിൽ പോയി, അവർ ഒളിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവ തേജസ്സിനെയും ദൈവിക മഹത്വത്തെയും വില കൽപ്പിക്കാത്ത ഒരു ലൈഫാണെങ്കിൽ, സ്തോത്രം, നമ്മൾ പലപ്പോഴുമായി പതുങ്ങിയിരിക്കേണ്ടി വരും. ദൈവം പ്രത്യക്ഷമായി വെളിപ്പെടുമ്പോൾ, ആത്മാവിൻ്റെ ചൈതന്യം ആരാധനയിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, പല ദൈവമക്കളും ദൈവദാസന്മാരും ആത്മാവിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ വില കൽപ്പിക്കാത്തവരൊക്കെ പതുങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, അവർക്കതിനെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. ദൈവം ഇങ്ങനെയൊക്കെ വെളിപ്പെട്ട് നിൽക്കുമോ എന്ന് അവിടെ തുടങ്ങി അവർ വിമർശിച്ചു തുടങ്ങും. ആമേൻ. ആത്മാവിൻ്റെ നിറവിൽ ജനം ആരാധിക്കുമ്പോൾ ദൈവ തേജസ്സെയും ദൈവത്തിൻ്റെ മുഖത്തെയും ദൈവിക മഹത്വത്തെയും നിസാരമായി കാണുന്നവർ, സ്തോത്രം, നമ്മുടെ ആരാധനകളിലൊക്കെ പതുങ്ങിയിരിക്കുന്നത് കാണാം. അവർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, അവർക്കതിനെ ചാടി പിടിക്കാൻ കഴിയത്തില്ല. ആ ദൈവമഹത്വത്തിൻ്റെ അകത്തേക്ക് അവർക്ക് ഒന്ന് കടന്ന് വരാൻ കഴിയത്തില്ല. കാരണം അവരുടെ ചിന്താഗതിക്കകത്ത്, അവരുടെ ഹൃദയത്തിൻ്റെ അറകൾക്കകത്ത്, അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾക്കകത്ത് ദൈവത്തെ അവർ ഒതുക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഇത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ആ ദൈവിക തേജസ്സിനെ, ദൈവിക സാന്നിധ്യത്തെ, ദൈവത്തിനെ മുഖാമുഖം കാണേണ്ട ആ റൂട്ടിനെ ആദമും ഹവ്വയും ചേർന്ന് ആ വഴിയെ അടയ്ക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വഴിയെ നാം അടയ്ക്കരുത്. ദൈവം ഏതൊക്കെ റൂട്ടിലാണ് നമ്മളോട് ഇടപെടുന്നത്, ആ റൂട്ട് നമ്മൾ എപ്പോഴും സ്ഥിരതയോടെ, ബുദ്ധിപരമായി, ആത്മപരമായി അതിനെ വൃത്തിയാക്കേണ്ടത്, അതിനെ ക്രമപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവം വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനമാണ് വായിക്കുന്നത്. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം വീണ്ടും മനുഷ്യനെ കാണാൻ തോട്ടത്തിൽ വന്നു. പ്രൈസ് ഗോഡ്. തോട്ടത്തിൽ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവം, യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന സൗണ്ട് കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടങ്ങളുടെ വൃക്ഷങ്ങളുടെ നടുവിൽ അവർ ഒളിച്ചിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. വെയിലാറിയപ്പോൾ പതിവ് പോലെ യഹോവയായ ദൈവം ദൈവിക തേജസ് കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന, ദൈവിക മഹത്വം കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന, ദൈവിക തേജസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ട, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവം ആക്കി വെച്ച ഏദൻ തോട്ടത്തിൻ്റെ അകത്തേക്ക് മനുഷ്യനെ കാണാൻ യഹോവയായ ദൈവം വരുമ്പോൾ കർത്താവിൻ്റെ യഹോവയുടെ ഒച്ച കേട്ടപ്പോൾ, സ്തോത്രം, ദൈവ തേജസ് നഷ്ടപ്പെട്ട, ദൈവ തേജസ് ഇല്ലാതാക്കിയ, ദൈവത്തിൻ്റെ മഹത്വത്തെ നശിപ്പിച്ച ആദമും ഹവ്വയും അവർ ഒളിക്കുകയാണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മഹത്വത്തെ നശിപ്പിക്കുന്നവർ
ദൈവ തേജസ്സെ ഇല്ലാതാക്കുന്നവർ ഒരിക്കലും ദൈവസന്നിധിയിലോ ശുശ്രൂഷയുടെ ഭാഗത്തോ മുൻനിരയിൽ വരാൻ കഴിയത്തില്ല. അവരെപ്പോഴും പിന്മാറി നിൽക്കും, പുറകോട്ട് വലിഞ്ഞു നിൽക്കും. പ്രൈസ് ഗോഡ്. പാപം ചെയ്തിട്ട് ഒരിക്കലും ദൈവിക മഹത്വത്തിൻ്റെ അകത്തേക്ക് വരാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടത്തിൽ പാപം ചെയ്തവരൊക്കെ സ്റ്റേജിന് ഫുൾ ബീറ്റിലുണ്ട്. പക്ഷേ ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് പാപം ചെയ്തപ്പോൾ അവർ ദൈവമഹത്വത്തിൽ നിന്നും അകന്നവർ ദൈവത്തിൻ്റെ ഒച്ച കേട്ടപ്പോൾ, സൗണ്ട് കേട്ടപ്പോൾ അവർ പതുങ്ങിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ്സിനെ, ദൈവത്തിൻ്റെ മുഖത്തെ, ദൈവിക മഹത്വത്തെ അവർ ഇല്ലാതാക്കിയപ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവർ 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 ദൈവത്തിൻ്റെ ഒച്ച കേട്ടപ്പോൾ, ദൈവിക ഇടപെടലുകൾ അവർ അറിഞ്ഞപ്പോൾ, സ്തോത്രം സ്തോത്രം സ്തോത്രം, അവർ അറിയാതെ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്നും, ദൈവത്തിൻ്റെ തിരുമുഖത്തിൽ നിന്നും അവർ മറയുവാൻ തുടങ്ങി. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഏതെങ്കിലും തരത്തിൽ ദൈവത്തിന് തുറന്നു തരാൻ, ദൈവത്തിന് ഇടപെടാൻ ഏതെങ്കിലും അവസരത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും മേഖലകളെ ദൈവാത്മാവ് നമ്മുടെ മേൽ ഭരമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വഴിയെ നിങ്ങൾ അടച്ചു കളയരുത്. സ്തോത്രം സ്തോത്രം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ഏതെങ്കിലും നിലവാരത്തിൽ ദൈവിക ഇടപെടലുകൾ, ദൈവിക റൂട്ട് നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ വഴികളെ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വഴിയെ നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് അതിനെ അടച്ചു കളയരുത്. ആമേൻ. ആദമും ഹവ്വയും അടച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ റൂട്ടിനെ അടച്ചു കളഞ്ഞു, ദൈവത്തിൻ്റെ ബന്ധത്തിനെ അടച്ചു കളഞ്ഞു, ദൈവിക പ്രവൃത്തി അവർ അടച്ചു കളഞ്ഞു, ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ അടച്ചു കളഞ്ഞു, ദൈവത്തിൻ്റെ നന്മയെ അടച്ചു കളഞ്ഞു, ദൈവവുമായുള്ള ബന്ധത്തെ അവർ അടച്ചു കളഞ്ഞു. അടച്ചു കളഞ്ഞപ്പോൾ എന്തായി? അവർക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ മുഖത്തെ അവർക്ക് ദർശിക്കാൻ കഴിയുന്നില്ല, ദൈവവുമായുള്ള ബന്ധത്തെ അവർ ഒന്നും കൂടെ ഒന്ന് അടുപ്പിക്കാൻ കഴിയുന്നില്ല. അവരവരുടെ ചിന്തയ്ക്കകത്ത്, അവരുടെ ബുദ്ധിക്കകത്ത്, അവരുടെ ജ്ഞാനത്തിൻ്റെ അകത്ത്, അവരുടെ കഴിവിൻ്റെ അകത്ത്, അവരുടെ സ്വഭാവത്തിൻ്റെ അകത്ത് അവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ തന്നെ ദൈവ തേജസ്സിൽ നിന്നും അകന്നുപോയ, ദൈവമഹത്വത്തിൽ നിന്നും പിന്മാറിപ്പോയ, ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും ഹല്ലേലൂയ വിട്ടുപോയ ഹല്ലേലൂയ ആദമും ഹവ്വയും അവർ ഒളിക്കുവാൻ തുടങ്ങി. അവർക്കൊരു മറ, അവർക്കൊരു ദൈവമുഖത്ത് വരാൻ ലജ്ജാകരമായ ജീവിതം അവർക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് ദൈവം ഏദൻ തോട്ടത്തിൽ വന്നപ്പോൾ അവർ ഒളിക്കാൻ തുടങ്ങി. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ അനുഭവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ നമ്മുടെ കാതുകളിൽ, നമ്മുടെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു പോകുമ്പോൾ, ഹല്ലേലൂയ, വെളിപ്പെട്ടു നിൽക്കുമ്പോൾ, നമ്മളും ദൈവ തേജസ്സിൻ്റെ അകത്ത്, ദൈവമഹത്വത്തിൻ്റെ അകത്ത് ദൈവം നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ ദൈവത്തിൻ്റെ തിരുമുഖത്തെ നോക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവം നോക്കുമ്പോൾ നമ്മൾ ദൈവ തേജസ്സിൽ നിന്നും അകന്നു മാറി നിൽക്കരുത്, ദൈവമഹത്വത്തിൽ നിന്നും അകന്നു മാറി നിൽക്കരുത്. ദൈവത്തിന് എന്തൊക്കെയോ നമ്മളെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉള്ളത് കൊണ്ടാണ് ദൈവിക തേജസ് മുഖാന്തരം നമ്മളെ ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് പാർപ്പിച്ചത്, ദേശത്ത് പാർപ്പിച്ചിരിക്കുന്നത്, ചർച്ചിൽ പാർപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട്. കാത്തിരിക്കുന്ന സമയത്ത് ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകും. എന്തോ പറയാനായിരിക്കാം, എന്തോ ചെയ്യാനായിരിക്കാം, ഏതെങ്കിലും തരത്തിൽ ശുശ്രൂഷകൾ കൈമാറാനായിരിക്കാം, ഏതെങ്കിലും പ്രവചനങ്ങൾ കൈമാറാനായിരിക്കാം. ആ സമയത്ത് തേജസ്സിനെ നഷ്ടപ്പെടുത്തി ഒതുങ്ങിപ്പോകരുത്, ഒളിവിൽ പോകരുത്. ഏതെന്തോടെ സംഭവിച്ചതാണ്? അവർ ഒളിവിൽ പോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ഒളിവിൽ പോയ ജനം ദൈവത്തിൻ്റെ തേജസ്സിനെ പിടിക്കാൻ, ദൈവിക മഹത്വത്തെ പിടിക്കാൻ, ദൈവത്തിൻ്റെ മുഖം കാണാൻ ഒരുപാട് തവണ കൊതിച്ചു. അതിനുവേണ്ടി യാഗങ്ങളും ഹോമങ്ങളൊക്കെ നടത്തി. പ്രൈസ് ഗോഡ്. ആടിനെ വെട്ടി രക്തങ്ങൾ തെളിച്ചു നോക്കി. സ്തോത്രം. ഒരു പരിപാടിയും ദൈവത്തിൻ്റെ മുഖവുമായി, ദൈവിക സാന്നിധ്യമായി, ദൈവത്തിൻ്റെ പാനിയും, ദൈവിക മുഖം ദർശിക്കുവാനുള്ള ആ ഒരു വഴി ഓപ്പണാകുന്നില്ല. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ദൈവത്തിനോടുള്ള ബന്ധം, ദൈവവുമായുള്ള ബന്ധം, ദൈവത്തിൻ്റെ മുഖം കാണുവാൻ ദൈവം ഒരു വഴി ഒരുക്കുകയാണ്. ആമേൻ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അപ്പോൾ മോശ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമെന്ന് അപേക്ഷിച്ചു.
അപ്പോൾ മോശ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. സ്തോത്രം. ഈ തേജസ് എന്ന വാക്ക് എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്നത് പാനീം എന്നാണ്. പാനീം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖം കാണുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മുഖം കാണാമായിരുന്നു. തേജസ്സിൻ്റെ അകത്ത് വഹിച്ചിരിക്കുന്ന തേജസ്സിൻ്റെ അകത്ത് മുഴുകിയിരിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ അകത്ത് നിർമ്മിച്ചിരിക്കുന്ന ആദമും ഹവ്വയ്ക്കും കർത്താവിൻ്റെ മുഖം കാണാമായിരുന്നു. ഒന്നും കൂടെ മോശ അത് തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവെ, നിന്റെ മുഖം, നിന്റെ പാനി എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. സ്തോത്രം, ഹല്ലേലൂയ. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഫറവോൻ്റെ നിഗമനത്തിൻ്റെ അകത്ത്, റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ, വിടുവിക്കേണ്ടതിന് യഹോവയായ ദൈവം മോശയെ വിളിച്ചു വേർതിരിക്കുകയാണ്. സ്തോത്രം. ഈ ശുശ്രൂഷൻ്റെ പരിശുദ്ധാത്മാവിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ ദൈവാസന്മാരെ. സ്തോത്രം. അടിമനുഖത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ വിടുവിച്ചു പുറത്തു കൊണ്ടുവരേണ്ടതിന് യഹോവയായ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞ തേജസ്സിനെ, ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ റിലേഷൻഷിപ്പിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആദമും ഹവ്വയും, ദൈവത്തിൻ്റെ ബന്ധം, ദൈവിക തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ നിന്നും, ദൈവിക തേജസ്സിൽ നിന്നും, ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും ഒളിച്ചിരിക്കുമ്പോൾ, അവർ ആ ദേശം വിട്ട് പുറത്താക്കപ്പെട്ടപ്പോൾ മറ്റൊരു സ്ഥലത്ത് മോശ പറയാണ്, നിന്റെ തേജസ്, നിന്റെ പാനിയും എനിക്കൊന്ന് കാണണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷയുടെ ഹല്ലേലൂയ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ മുഖം കാണാൻ നിങ്ങൾ ഓരോ ദിവസവും ആഗ്രഹിക്കണം, ഓരോ മിനിറ്റും ആഗ്രഹിക്കണം. ആമേൻ, ആമേൻ. കർത്താവായ ദൈവം, യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശത്ത്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയായ ദൈവം മോശയെ വിളിച്ച് ദൈവസന്നിധിയിൽ ആക്കിയിട്ട് പറയുകയാണ്, നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത, നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞ ഒരു ദേശമുണ്ട്. ആ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാണ്. ആ ദേശത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശയോട് യഹോവയായ ദൈവം ഒരു ബന്ധം പുലർത്തുകയാണ്, സംസാരിക്കുകയാണ്. സൗണ്ട് കേൾക്കാം മോശയ്ക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നല്ലൊരു വ്യക്തിയുമായി, അല്ലെങ്കിൽ നമുക്കറിയപ്പെടാത്തൊരു വ്യക്തിയുമായി നല്ലൊരു അമിതമായ റിലേഷൻഷിപ്പ് വെക്കണമെങ്കിൽ നമ്മുടെ സൗണ്ട് പുറത്ത് വരണം, നമ്മുടെ സംസാരം പുറത്തു ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു റിലേഷൻഷിപ്പ് ആകത്തുള്ളൂ. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മോശയുമായിട്ട് യഹോവ സംസാരിക്കുകയാണ്. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് വാഗ്ദത്തത്തോടു കൂടി ഉറപ്പിച്ചൊരു ദേശമുണ്ട്. അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അങ്ങോട്ടേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്നൊരു നല്ലൊരു ദേശത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. സ്തോത്രം. അത് കർത്താവ് തന്നെ പ്രഖ്യാപിക്കുകയാണ്. സ്തോത്രം. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആമേൻ, ഞാൻ ഒരു ദൂതനെ, പ്രൈസ് ഗോഡ്, നിനക്ക് മുമ്പായി അയക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം വാഗ്ദത്തം ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ, പാലും തേനും ഒഴുകുമെന്ന് പറഞ്ഞ ദേശത്തേക്ക് മോശയെ കൊണ്ടുപോകുവാൻ ഉറപ്പിക്കുമ്പോൾ, കൊണ്ടുപോകുവാൻ വാഗ്ദത്തം ചെയ്യുമ്പോൾ, കൊണ്ടുപോകുവാൻ മോശയോട് കൽപ്പിക്കുമ്പോൾ, പറയുമ്പോൾ, അതേ ശബ്ദത്തോടു കൂടി, അതേ ദൈവാത്മാവിൽ മോശയോട് കർത്താവ് പറയാണ്, നീ പോകുമ്പോൾ, നീ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നീ സഞ്ചരിക്കുമ്പോൾ, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുന്ന സമയത്ത് ഞാനൊരു പ്രഖ്യാപനം നിനക്ക് തരികയാണ്. ഒരു വാഗ്ദത്തം ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്. ഒരു
സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിനക്ക് മുമ്പായി ഒരു ദൂതനെ അയക്കും. പ്രൈസ് ഗോഡ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നിനക്ക് ഒരുപാട് യാത്രകളുണ്ട് കേട്ടോ. ആ യാത്രകൾ വഴിതെറ്റാതിരിക്കാൻ കർത്താവ് ഇന്ന് രാത്രി ഉറപ്പിക്കുകയാണ്, നിനക്ക് വേണ്ടി കർത്താവ് ഒരു ദൂതനെ അയക്കാൻ പോവുകയാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇവർ പോകുന്ന സമയത്ത്, ആമേൻ, ഈ മോശ പോകുന്ന സമയത്ത്, ജനം പോകുന്ന സമയത്ത് അനവധി പുറംജാതിക്കാർ ജനത്തിനെതിരെ, ദൈവദാസന്മാർക്കെതിരെ വിമർശനമായി, പോരാട്ടമായി വരുന്ന സമയത്ത് ഇവർ ചുമ്മാ സാന്നിധ്യത്തിന്റെ കീഴിൽ, മഹത്വത്തിന്റെ കീഴിൽ നിന്ന് കൊടുത്താൽ മതി, മുമ്പേ പോകുന്ന ദൂതൻ യുദ്ധം ചെയ്തുകൊള്ളും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. രാത്രി ആരോടൊക്കെ ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദമുണ്ട്. ഹല്ലേലൂയ. ചുമ്മാ നിന്നാ മതി, നിനക്ക് വേണ്ടി ഈ ദൂതനെ അയച്ച് എൻ്റെ കർത്താവ് വഴിയൊരുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കനാന്യൻ, അമോര്യർ, ഹിത്യർ, പെരിസിയൻ, ഹീവിയർ, യബൂസർ എന്നിവരെ അവർ ഓടിച്ചു കളയും. എന്നാൽ ദൂതൻ മുൻപോട്ട് പോവുകയാണ്. പാലും തേനും ഒഴുകുമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് മോശയെയും കൂട്ടരെയും നയിക്കുന്ന സമയത്ത് കർത്താവ് പറയാണ്, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മുമ്പായി ഞാനൊരു ദൂതനെ അയക്കാൻ പോവുകയാണ്. ഇത് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്നലകളിൽ തകർന്നു പോയ റൂട്ടിനെ, ഇന്നലകളിൽ ഉലഞ്ഞുപോയ റൂട്ടിനെ, ഇന്നലകളിൽ വേണ്ടെന്ന് വെച്ച ചില ജോലിയെ, വേണ്ടെന്ന് വെച്ച ചില പാർപ്പിടത്തെ, ഹല്ലേലൂയ, വേണ്ടെന്ന് വെച്ച ചില ദേശത്തെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാം ദൈവം ഒന്നും കൂടി ആ റൂട്ടിനെ ക്രമപ്പെടുത്തി അങ്ങോട്ടേക്ക് നിങ്ങളെ പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ സാന്നിധ്യത്തോടു കൂടി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എതിരെ വരുന്ന സകല പ്രതിസന്ധികളെയും തച്ചുടയ്ക്കാൻ, നിങ്ങൾക്ക് എതിരെ വരുന്ന സകല പോരാട്ടത്തെയും ഇല്ലാതാക്കാൻ, നിങ്ങൾക്ക് എതിരെ വരുന്ന സകല ദുഷ്ടന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആലോചനകളെ ഇല്ലാതാക്കാൻ കർത്താവ് ഇന്ന് രാത്രി ഒരു പ്രവചനം പറയുകയാണ്. നിനക്ക് മുമ്പായി എൻ്റെ കർത്താവ് ദൂതനെ അയക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ മറുപടി തരുവാൻ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ നിറവാക്കി പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ദൂതനെ അയക്കാൻ പോവുകയാണ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. അമിതമായൊരു ബന്ധം മോശയുമായിട്ട് യഹോവ വെക്കുകയാണ്. നിന്നെ ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും, നിനക്ക് മുമ്പായി ഞാൻ ദൂതനെ അയക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ആരോടൊക്കെയാണ് പരിശുദ്ധാത്മ പറയുന്നത്? ദൂതനെ കർത്താവ് വിടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കറിയാവ് പതിവ് പോലെ കർത്താവിന് സ്തോത്രം, സ്തോത്രം, ആരാധന കൊടുക്കാൻ, യാഗം കൊടുക്കാൻ വരുമ്പോൾ സക്കറിയാവ് ഇരിക്കുന്ന റൂമിൽ, സക്കറിയാവ് ആരാധന കൊടുക്കുന്ന റൂമിൽ, സക്കറിയാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന റൂമിൽ ദൂതൻ ഇറങ്ങി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൂതൻ പറയുകയാണ്, സ്തോത്രം, നിന്റെ ഭാര്യ മച്ചിയായിരിക്കുകയല്ലേ? ഹല്ലേലൂയ. എന്നാൽ കേട്ടോ, പാപം തൊടാത്ത, ഹല്ലേലൂയ, ഹല്ലേലൂയ, കാട്ടുതേനും രുചിക്കുന്ന, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, രുചിക്കുന്ന, ഹല്ലേലൂയ, ഒരു മകനെ, യോഹന്നാനെ കർത്താവായ ദൈവം നിനക്ക് വേണ്ടി തരും. കണ്ടോ, ഒരു ആരാധന നടക്കുന്ന സമയത്ത്, പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ദൈവം അവന് വേണ്ടി ദൂതനെ വിട്ട് വഴിയൊരുക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ചില വഴികളെ, അടഞ്ഞിരിക്കുന്ന മേഖലകളെ, അടഞ്ഞിരിക്കുന്ന വഴികളെ, തകർന്നും നുറങ്ങിയും ഇരിക്കുന്ന റൂട്ടിനെ എൻ്റെ കർത്താവ് ദൂതനെ അയച്ച് നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഞാൻ കൽപ്പിക്കുകയാണ്, എൻ്റെ ലൈവ് കാണുന്ന സകല ദൈവദാസന്മാരോടും ദൈവമക്കളോടും ആത്മാവിൽ ഞാൻ പ്രാർത്ഥിച്ച് പറയുന്നു, നിങ്ങൾ ഇന്നലകളിൽ ആലോചന ചെയ്തുകൊണ്ടിരുന്ന, ഇന്നലകളിൽ കരഞ്ഞുകൊണ്ടിരുന്ന, ഇന്നലകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, ഇന്നലകളിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന, ഇന്നലകളിൽ കൊതിച്ചുകൊണ്ടിരുന്ന ഏതൊക്കെയോ വിഷയത്തിന്റെ നടുവിൽ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി ആത്മാവിൽ ഇടപെടുന്നു. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ദൂതനെ അയക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്ത് ബന്ധമാണ് മോശയുമായിട്ട് കർത്താവ് വെക്കുന്നത്? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും,
അനവധി ജാതികൾ നിങ്ങൾക്ക് മുൻപായി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ജാതികൾ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. കാരണം നിങ്ങൾക്ക് മുമ്പായി ഞാൻ ദൂതനെ അയക്കാൻ പോവുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇങ്ങനെ ഒരു അമിതമായ ബന്ധം ഹല്ലേലൂയ, ആമേൻ, ആമേൻ, കർത്താവുമായി ആമേൻ, ആമേൻ, മോശ ആമേൻ വെക്കുകയാണ്. അതിന് 17-ാമത്തെ വചനം തൊട്ട് താഴേക്ക് പഠിച്ചു വരുമ്പോൾ ഹല്ലേലൂയ, ഭയങ്കര ഒരു കർത്താവുമായുള്ള ബന്ധം മോശ അങ്ങ് ആമേൻ അമിതമാക്കി, മുറുക്കി. സ്തോത്രം. വിട്ടുപിരിയാൻ കഴിയാത്തമായ ഒരു ബന്ധത്തിലേക്ക് മോശ വന്നു. ആമേൻ. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും. സ്തോത്രം. എന്താ വാക്ക്? സാന്നിധ്യം കാണിക്കണം, തേജസ് കാണിക്കണം. സ്തോത്രം, സ്തോത്രം. അതിന്റെ 13-ാമത്തെ വചനം, ആകിയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. സ്തോത്രം. മോശ കർത്താവുള്ള ബന്ധം പുലർത്തുക കേട്ടോ. എന്തും തുറന്നു പറയാനുള്ള, ഏത് മനോഭാവത്തോടും കർത്താവിനോട് ഇടപെടാനുള്ള ഒരു ജീവിതമാക്കി മോശ മാറ്റുകയാണ്. എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഓ സ്തോത്രം. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവിനോട് പറയണം, നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. സ്തോത്രം, സ്തോത്രം. ആമേൻ. നിനക്ക് എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിന് മോശ, എൻ്റെ സാന്നിധ്യം നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഒരു മനുഷ്യനെ ദൈവം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു യാത്ര ഒരുക്കുകയാണ്. ഒരു ദൂരയാത്ര, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കൊരു യാത്ര ഒരുക്കി, ഒരു സ്പെഷ്യൽ കോഡിനെ, ഒരു സ്പെഷ്യൽ ദൂതനെ അവരുടെ അടുക്കത്തേക്ക് ആക്കിയിട്ട് കർത്താവ് തന്നെ അവർക്ക് റൂട്ട് കൊടുക്കുകയാണ്. മോശ തന്നെ ആ റൂട്ടിനെ കർത്താവിനോട് ചോദിച്ച് ആ റൂട്ടിനെ ഒന്ന് സ്വാതന്ത്ര്യത്തോടെ ഒന്ന് ചോദിക്കുകയാണ്. ആകെ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. 15-ാമത്തെ വചനം, അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടരുതേ. ഒരു അമിതമായ ബന്ധത്തിലേക്ക് മോശ പോവുകയാണ്. നീ നിന്റെ സാന്നിധ്യത്തെ കാണിക്കുമെന്ന് പറഞ്ഞു, നിന്റെ സാന്നിധ്യം കൂടെ പോരുമെന്ന് പറഞ്ഞു. പക്ഷെ മോശക്കൊറ്റ കണ്ടീഷൻ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ ഈ ഇടം വിട്ട് എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടല്ലേ. ഒരു അമിതമായ ബന്ധത്തിലേക്ക്, അമിതമായൊരു റിലേഷൻഷിപ്പിലേക്ക് മോശയും യഹോവയും എത്തി. എന്നിട്ട് ഈ കർത്താവ് പറയാണ്, യഹോവ മോശയോട്, നീ പറഞ്ഞ സകല വാക്കും പോലെ ഞാൻ ചെയ്യും. സാന്നിധ്യം വരും, സാന്നിധ്യമില്ലെങ്കിൽ ഞാൻ നിന്നെ പറഞ്ഞു വിടത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞു, അവൻ നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ആമേൻ, ആമേൻ. കർത്താവ് മോശയോട് പറയുകയാണ്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. സ്തോത്രം. ഒരു ഭൂമിയിലുള്ള ഒരു മനുഷ്യനോട് യഹോവയായ ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് മോശയോട് പറയുകയാണ്, ഒരു മനുഷ്യനോട് പറയുകയാണ്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. മനുഷ്യന്റെ വാക്ക് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് ഭയങ്കര ദയ തോന്നി കേട്ടോ, നിന്റെ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ മനുഷ്യൻ പറയും. പക്ഷെ മനുഷ്യന്റെ വാക്കെല്ലാം തകിടം മറിയും, ഹല്ലേലൂയ, പിന്മാറിപ്പോകും. പക്ഷേ യഹോവയായ ദൈവം മോശയോട് ഒന്നാമത് പറയുകയാണ്, എനിക്ക് നിന്നോട് ബോധിച്ചിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത വേട് കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ഒന്ന്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും, നിനക്ക് മുമ്പായി ദൂതനെ അയക്കും, നിനക്ക് എതിരെ വരുന്ന ശത്രുവിനെ ഞാൻ തകർക്കും, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ പാനീയം, നിന്റെ തിരുമുഖം നിന്റെ കൂടെ പോരും. ആമേൻ, ആമേൻ. 4-ാമത് കർത്താവ് പറയുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. 5-ാമത് കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ മനസ്സും നമ്മുടെ സ്വഭാവവും നമ്മുടെ ശുശ്രൂഷ മുഴുവനും കർത്താവിനെ അടുത്ത് അറിയിപ്പിക്കണം.
ഇന്ന് പല ശുശ്രൂഷയ്ക്കകത്തും കർത്താവിന് പോലും പിടികിട്ടുന്നില്ല, ഇത് ഏത് ശുശ്രൂഷ, ഇത് എന്തായി ചെയ്യുന്നതെന്ന്. അവൻ മോശ ഒരു ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ കാത്തിരിക്കുമ്പോൾ, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകുവാൻ ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ, ദൈവിക തേജസ്സിനെയും ദൈവിക പാനിയും ദൈവിക മുഖത്തെ എനിക്ക് വേണമെന്ന് കൊതിയോടെ ഇരിക്കുന്ന മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ അടുത്തറിയണം. ഞാൻ ആരാണെന്ന് കർത്താവിന് അറിയണം. പ്രൈസ് ഗോഡ്. നമ്മൾ ഒരു മോഡി ചെയ്തുള്ള ലൈഫല്ല, നമ്മളൊരു തുറന്ന പുസ്തകമായി കർത്താവിന് മുമ്പ് ജീവിക്കണം. ഹല്ലേലൂയ. ജാടയിട്ടൊരു ജീവിതമല്ല. എല്ലാവരും കാണും ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു പ്രൊഫറ്റ്. ചിലർക്കൊക്കെ പ്രൊഫറ്റ് എന്ന് വിളിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് പ്രൊഫറ്റ്. അതല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായി മാറണം. മോശ അങ്ങനെയായി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. നിന്നെ ഞാൻ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇത് രണ്ടും യഹോവ മോശയോട് പറഞ്ഞപ്പോൾ, എനിക്ക് നിന്നോട് കൃപയുണ്ടെന്നും നിന്നെ ഞാൻ അടുത്തറിഞ്ഞെന്ന് മോശയോട് കർത്താവ് പറഞ്ഞപ്പോൾ മോശയ്ക്ക് അവിടെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മോശ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിന്റെ തേജസ്, നിന്റെ പാനിയും എനിക്ക് കാണണം, നിന്റെ മുഖം എനിക്ക് കാണണം. ഈ രാത്രിയുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അമ്മയും പറഞ്ഞേക്കണം കേട്ടോ. സ്തോത്രം. കൃപ തോന്നുന്ന കർത്താവ്, ഹല്ലേലൂയ. അടുത്തറിയാൻ ആഗ്രഹമുള്ള കർത്താവ്, ആ കർത്താവ് പറയാണ്, നിന്റെ തേജസ്, നിന്റെ സാന്നിധ്യം കൂടെ പോരും. ഇത്രയും പറഞ്ഞപ്പോൾ മോശ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ കർത്താവേ, നിന്റെ മുഖം, നിന്റെ പാനിയും എനിക്കൊന്ന് കാണണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തമുള്ള നിന്നെ, ശുശ്രൂഷയുള്ള നിന്നെ, നിയോഗമുള്ള നിന്നെ, യാത്രയുള്ള നിന്നെ യാത്രാവേദികളിൽ പറഞ്ഞു വിടുക മാത്രമല്ല, അതിനോടൊപ്പം നിനക്കൊരു ആപത്ത് ഏൽക്കാതെ, ഒരു അനർത്ഥമേൽക്കാതെ നിനക്ക് മുമ്പായി എൻ്റെ കർത്താവ് ദൂതനെ അയക്കും. ദൂതനെ അയക്കുക മാത്രമല്ല, അവൻ നിന്നോട് കൃപ തോന്നും, നിന്നെ ഒന്ന് അടുത്തറിയും. അടുത്തറിഞ്ഞിട്ട് അവൻ നിന്റെ മുമ്പിൽ എൻ്റെ പാനിയും വെളിപ്പെടുത്തും, നിന്റെ മുഖം വെളിപ്പെടുത്തും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. പർവ്വതത്തിൽ കയറി ദൈവത്തിൻ്റെ പാനിയും ദൈവത്തിൻ്റെ മുഖം ദർശിച്ചു വന്ന മോശ താഴ്വാരത്തിലേക്ക് വന്നപ്പോൾ ജനമെല്ലാം ജാതീയമായ ആരാധന തുടങ്ങി, കാള വെച്ചുള്ള ആരാധന ആരംഭിച്ചു. പക്ഷേ ജനം നോക്കുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാരണം എന്നറിയാമോ? ദൈവത്തിൻ്റെ മുഖം കണ്ടവർ ദൈവത്തിൻ്റെ മുഖം പോലെയായി. സ്തോത്രം. ആമേൻ. എന്നെ നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല, അവരുടെ മുഖം പ്രകാശമാകുകയുള്ളൂ. ആമേൻ. വചനം ഇതാ പറയുന്നത്, എൻ്റെ മുഖത്തെ നോക്കുന്നവർ ആരും തളർന്നു പോകത്തില്ല, രഞ്ജിതരാകത്തില്ല, ലജ്ജ അനുഭവിക്കത്തില്ല. കർത്താവിൻ്റെ മുഖം നോക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുഖം തേജസ് പോലെ, മഹിമ പോലെ, സാന്നിധ്യം പോലെ തിളങ്ങി നിൽക്കും. അതാണ് അവിടെ സംഭവിച്ചത്. മോശ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ പാനയും കണ്ട് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനം പറയുകയാണ്, ഹല്ലേലൂയ, മോശയുടെ മുഖം വെണ്മ പോലെ ഇരിക്കുന്നു, തേജസ് പോലെ ഇരിക്കുന്നു, സാന്നിധ്യം പോലെ ഇരിക്കുന്നു, പാനയും പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ. എന്തെന്നാൽ ദൈവത്തിന് മോശയോട് കൃപ തോന്നി, മോശയെ അടുത്തറിഞ്ഞു. ഹല്ലേലൂയ. ഈ മോശ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിന്റെ പാനിയും എനിക്ക് വെളിപ്പെടുത്തണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 33:18. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ തേജസ്സിനെ എനിക്കൊന്ന് കാണിച്ചു നൽകണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് തേജസ്സിനെ നഷ്ടപ്പെടുത്തി പാപത്തിലേക്ക് വീണുപോയെങ്കിൽ മോശ പാപത്തെയും വെറുത്ത്, ഹല്ലേലൂയ, തേജസ്സിൻ്റെ അകത്തേക്കൊന്നും കൂടെ കയറാൻ ശ്രമിക്കുകയാണ്, മഹത്വത്തിലേക്കൊന്ന് കയറാൻ ശ്രമിക്കുകയാണ്, ദൈവത്തിൻ്റെ മുഖം കാണുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൻ്റെ അകത്ത് ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തുവാൻ ആദമിൻ്റെ അടുത്തും ഹവ്വയുടെ അടുത്തേക്കും സാത്താൻ വന്ന് കുതന്ത്രം മെനോയിച്ച്
കുതന്ത്രം പ്രയോഗിച്ച് അവ ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തിയെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, മോശ തിരിച്ചു പിടിക്കുകയാണ്. എനിക്ക് ആ സാന്നിധ്യം വേണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എനിക്ക് മഹത്വം വേണം, ഹല്ലേലൂയ, ആമേൻ. പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ മോശ, ആമേൻ. ഉൽപ്പത്തി, പുറപ്പാട്, യോശുവ, ആവർത്തനം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പഞ്ചഗ്രന്ഥങ്ങൾ മുഴുവനും എഴുതിയ മോശ, ആമേൻ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയ മോശ. അവനറിയാം തേജസ്, ഏദൻ തോട്ടത്തിന്റെ അകത്ത് തേജസ്സിനെ നഷ്ടപ്പെടുത്തി അവർ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കാൻ കഴിയാതെ ഒളിച്ചിരുന്ന ഒരു ചരിത്രം മോശയ്ക്കറിയാം. ആ ചരിത്രം അറിയാവുന്ന മോശ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തെ തിരിച്ചു പിടിക്കുകയാണ്. എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം, തേജസ് കാണണം, അങ്ങയുടെ പാനിങ് കാണണം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മുഖം കാണാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. അവരുടെ മുമ്പിൽ കർത്താവ് ഒരു പാനിങ് വെളിപ്പെടുത്താൻ പോവുകയാണ്, ഒരു ദൈവിക തേജസ് വെളിപ്പെടുത്താൻ പോവുകയാണ്, ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്താൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ദർശനത്തിൽ കൂടി, ദൈവിക കാഴ്ചപ്പാടോടുകൂടി പരിശുദ്ധാത്മാവ് ചില ആലോചനകളെ, ചില യാത്രകളെ ദൂതന്മാർ മുഖാന്തരം വഴിയൊരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയ ദൈവ തേജസ്സിനെ മോശ തിരിച്ചറിഞ്ഞിട്ട് ആത്മാവിൽ പിടിക്കുകയാണ്. അവിടുത്തെ പാനിയും അവിടുത്തെ തേജസ് എനിക്കൊന്ന് കാണണം. ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ ദൈവ തേജസ്സിൻ്റെ അകത്ത്, ആ ദൈവമഹത്വത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പാനിങ് കാണാൻ, ദൈവത്തിൻ്റെ മുഖം കാണാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ കൊതിക്കുന്നവരുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടാൻ പോവുകയാണ്. അവർ തകർന്നു പോകത്തില്ല, താഴടിയാകത്തില്ല, വീണു പോകത്തില്ല. അവർക്ക് മുമ്പ് എൻ്റെ കർത്താവ് ദൂതനെ അയച്ച് അവർക്ക് എതിരെ വരുന്ന സകല പ്രതിസന്ധികളെ തച്ചുടയ്ക്കാൻ പാകത്തിന്, അവർക്കെതിരെ വരുന്ന പ്രതികൂലത്തെ തച്ചുടയ്ക്കാൻ പാകത്തിന്, അവർക്കെതിരെ വരുന്ന ജാതികളെ അവൻ ഓടിക്കാൻ പാകത്തിന് അവർക്ക് മുമ്പായി എൻ്റെ കർത്താവ് ദൂതനെ അയക്കും. അവർക്ക് മുമ്പായി എൻ്റെ കർത്താവ് ദൂതനെ അയക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം കാണണം, ദൈവത്തിൻ്റെ മുഖം കാണണം. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ ദർശിക്കും. ഹല്ലേലൂയ. ദൈവത്തെ ദർശിക്കണം, ദൈവത്തിൻ്റെ മുഖം കാണണം. ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാമോ? അവിടുത്തെ മുഖം എനിക്കൊന്ന് കാണണം, അവിടുത്തെ സാന്നിധ്യം എനിക്കൊന്ന് വേണം, അവിടെ മഹത്വം കൊണ്ട് എന്നെ പൊതിയണം. അങ്ങനെ ദൂതന്മാരുണ്ട്, അവരുടെ സാന്നിധ്യമുണ്ട്, അവർ ഒരു വലിയ യാത്രകളുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ അവിടുത്തെ തേജസ്, അവിടുത്തെ മുഖം, അവിടുത്തെ പാനിയും എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കാമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടെ മഹത്വത്താലും സാന്നിധ്യത്താലും അങ്ങയുടെ മക്കളെ നീ അനുഗ്രഹിക്കണം. ഈ രാത്രി അവരുടെ ദൈവത്തിൻ്റെ മുഖം കാണാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പാനിയും ഇവരുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തണമെന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷയ്ക്കകത്ത് ദൈവത്തിൻ്റെ മുഖം കാണാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാൻ കൊതിക്കുന്ന എല്ലാവരും അവിടുത്തെ പാനിയും അവിടുത്തെ മുഖം കണ്ട് സന്തോഷിക്കാൻ, അവിടുത്തെ ശുശ്രൂഷ എന്താണെന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ഗ്രഹിപ്പിച്ചു കൊടുത്ത് ദൈവാത്മാവ് അവരെ അനുഗ്രഹിച്ച് പരിപോഷിപ്പിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വമെല്ലാം പരിശുദ്ധാത്മാവെ അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് നിന്ന് ദൈവത്തിൻ്റെ പാനിയും ദൈവിക തേജസ്, ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. മോശയോട് കർത്താവ് പറഞ്ഞ പോലെ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഈ തലമുറയിൽ നമുക്ക് ദൈവം നമ്മളെ അടുത്തറിയാൻ, നമ്മളെന്താണെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാൻ ഒരവസരം കൊടുത്ത് അവിടുത്തെ തേജസ്സിനെ, അവിടുത്തെ പാനിയും കാണാൻ കൊതിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.